പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹമുള്ള ദൈവമക്കളെയും ദൈവനിർണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത സമാധാനം നൽകിത്തരുന്ന കർത്താവിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട്, പല സാഹചര്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട്, അത് രോഗത്താലായിരിക്കാം, അത് ശാരീരിക പ്രതിസന്ധികളാലായിരിക്കാം, സാമ്പത്തികത്താലായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, ഭവനത്തെക്കുറിച്ചായിരിക്കാം, ഭർത്താവിനെക്കുറിച്ചായിരിക്കാം, ഭാര്യയെക്കുറിച്ചായിരിക്കാം, ജോലിയെക്കുറിച്ചായിരിക്കാം, നാളെയെക്കുറിച്ചായിരിക്കാം. പല സാഹചര്യങ്ങളിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് നമുക്കറിയാം, പത്രങ്ങൾ നിവർത്തുമ്പോഴും മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോഴും ഓരോ ദിവസവും സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾ മാതാപിതാക്കളെ കൊന്നൊടുക്കുന്നു. മാതാപിതാക്കൾ നിഷ്കരുണം ജന്മം കൊടുത്ത മക്കളെ കൊന്നൊടുക്കുന്നു. രോഗം വല്ലാതെ അലട്ടിക്കിടക്കയിൽ ഒതുക്കുന്നു. ആണ്ടുകളും വർഷങ്ങളുമായി വൈദ്യസഹായം ആശ്രയിച്ചിട്ടും ഒട്ടും സൗഖ്യമില്ലാതെ ഭാരങ്ങൾ അനുഭവിക്കുന്നു. സാമ്പത്തികമായി അമ്പെ പരാജയപ്പെട്ട് വേദനകൾ അനുഭവിക്കുന്നു. നാളെ എന്താകും എന്നുള്ള ചിന്തയോടെ ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും സമാധാനം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും സമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ശത്രു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. അത് ഭവനത്തിന്റെ ഉള്ളറയിലാണെങ്കിലും, കുടുംബജീവിതത്തിന്റെ അകത്തളത്തിലാണെങ്കിലും, ലോകപരമായ മേഖലകളിലാണെങ്കിലും സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുത്. ലോകം ഒരുപക്ഷെ നമുക്ക് സമാധാനം തരില്ല. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന നിലവാരത്തിൽ സമൂഹം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് രാത്രികാലം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, തിരുവചനം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, ലോകം തരുന്നത് പോലെയല്ല കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാനിടയായിത്തീരുന്നത്. ലോകരക്ഷകനായി ഭൂമിയിൽ കടന്നു വന്ന സർവശക്തനായ ദൈവം മാനവജാതികളുടെ പാപപരിഹാരത്തിനായി സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്തിട്ട് ആ സർവശക്തനായ ദൈവം പറയുന്നു, ലോകം നിങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകില്ല, സമൂഹം നിങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകില്ല, എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അസമാധാനം ലോകം തരുന്നത് പോലെയല്ല. അതുകൊണ്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭയപ്പെടുകയും അരുത്. ലോകത്തെ ഭയപ്പെടാതെ, രോഗത്തെ ഭയപ്പെടാതെ, സമൂഹത്തെ ഭയപ്പെടാതെ, സാമ്പത്തിക ശൂന്യതകളെ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സമാധാനം നൽകി തന്ന സർവശക്തനായ ദൈവം നമ്മെ സമാധാന മാർഗത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു,
പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സമാധാനം ഹൃദയങ്ങളെ കാക്കുമാറാകട്ടെ. അവ സമാധാനം ഹൃദയത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു തലം വെളിപ്പെടുവാനിടയായി തീരണം. മറ്റുള്ളവരെ ആശ്രയിച്ചു മുന്നോട്ട് പോകുവാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു പ്രാർത്ഥനയുടെ തലം വെളിപ്പെടുവാനിടയായി തീരുന്നു എങ്കിൽ, വിഷയങ്ങളുടെ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ സമാധാനം നഷ്ടപ്പെട്ട മേഖലയിൽ നിന്ന് സർവശക്തനായ ദൈവം സമാധാനത്തെ മടക്കി തരുവാൻ തക്കവണ്ണം ആയിത്തീരും. അങ്ങനെയെങ്കിൽ സമാധാനത്തെ നൽകി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകം സമാധാനം തരത്തില്ല, സാഹചര്യങ്ങൾ സമാധാനം തരത്തില്ല, എന്നാൽ സമാധാനം നൽകി തരാമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.